നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ നോക്കുന്നത് 2024 PSC ചോദിച്ച പല എക്സാമുകളിലായിട്ട് ചോദിച്ച ഏറ്റവും നല്ല ചോദ്യങ്ങൾ മാത്രം എടുത്തുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. തികച്ചും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. 1. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. 2. കമ്മി ധനസഹായം. 3. നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. 4. നികുതി നയങ്ങൾ. ഇതിൽ ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ആരാ പണനയം പറയുന്നത്? പണനയം തീരുമാനിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ പണനയം എന്ന് പറഞ്ഞാൽ, അതായത് പണത്തിൻ്റെ അളവിലും ലഭ്യതയിലും അതുപോലെ വിലയിലും കേന്ദ്ര ബാങ്ക് വരുത്തുന്ന നിയന്ത്രണങ്ങളെ സംബന്ധിക്കുന്ന ഒരു നയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പണനയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആരായിരിക്കും പണനയം തീരുമാനിക്കുന്നത്? ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായിട്ടുള്ള RBI ആണ് തീരുമാനിക്കുന്നത്. ഇന്ത്യയിൽ പണനയം തീരുമാനിക്കുന്നത്. ഈ പണനയത്തിൻ്റെ പണത്തിൻ്റെ ലഭ്യതയെ നിയന്ത്രിക്കുകയാണ് ഈ പണനയത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ RBI ആണ് എന്ത് തീരുമാനിക്കുന്നത്? പണനയം തീരുമാനിക്കുന്നത് കേട്ടോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏതൊക്കെയായിരിക്കും നമ്മുടെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്? ഒന്നാമത്തത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് ഉണ്ടാവുമോ? ഉണ്ടല്ലേ. രണ്ടാമത്തത് കമ്മി ധനസഹായം. അതെന്തല്ല, പണനയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഉപകരണമല്ല. അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ്. 3. നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. അതും എന്താണ്, പണനയത്തിൻ്റെ ഒരു ഉപകരണമാണ്. നികുതി നയങ്ങൾ, അതൊക്കെ എന്തായിരിക്കും, സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെ നികുതി നയങ്ങളൊക്കെ. അപ്പം അതും തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്? 1ഉം 3ഉം മാത്രം അല്ലെ, 1ഉം 3ഉം മാത്രമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം: എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായിട്ട് താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്? എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായിട്ട് താഴെ പറയുന്നതിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ആരാ? ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ് കേട്ടോ. ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ് ഏത് ആരംഭിച്ചത്? ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്. മൂന്നാമത്തെ ചോദ്യം: ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്ന് 50 കുറച്ച സംസ്ഥാനം ഏതാണ്? വാർദ്ധക്യ പെൻഷന്റെ പ്രായപരിധി 60 വയസ്സിൽ നിന്ന് 50 വയസ്സായിട്ട് കുറച്ച സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാന? ജാർഖണ്ഡ് ആണ്. ഓപ്ഷൻ സി, ജാർഖണ്ഡ് ആണ് 60 വയസ്സിൽ നിന്ന് 50 വയസ്സായിട്ട് പെൻഷന്റെ പ്രായം കുറച്ചത്. ഇനി നാലാമത്തെ ചോദ്യം: ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നതിൽ ഏതിന് വിധേയമാണ്? മതപരമായ സ്വാതന്ത്ര്യം നൽകുന്നത് താഴെ പറയുന്നതിൽ ഏതിന് വിധേയമായിക്കൊണ്ടാണ്? 1. പൊതുക്രമം. 2. ധാർമ്മികത. 3. ആരോഗ്യം. ഏതൊക്കെയായിരിക്കും? 1 പൊതുക്രമമുണ്ട്, 2 ധാർമ്മികത, 3 ആരോഗ്യം കേട്ടോ. ഇതിനൊക്കെ വിധേയമായിട്ടാണ് മതപരമായ കാര്യങ്ങൾക്ക് നമുക്ക് അവകാശം നൽകുന്നുള്ളൂ. ഓപ്ഷൻ എ ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. അഞ്ചാമത്തെ ചോദ്യം: 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. 1. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ, അതായത് 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത ആർട്ടിക്കിളാണ് 239 AA എന്ന് പറയുന്നത്. 2. ആർട്ടിക്കിൾ 330, 332 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3. OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം നൽകുന്നുണ്ട്. അപ്പോൾ 106 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് ശരിയായത്? ഏതൊക്കെയായിരിക്കും ശരിയായത്? 1. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239 AA എന്നുള്ളത് എന്താണ്, ശരിയാണ്. 2. ആർട്ടിക്കിൾ 330, 332 എന്ത് ചെയ്തിട്ടുണ്ട്? ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം എന്നൊന്നും ഇതിൽ പറയുന്നില്ല അല്ലെ. ഈ 106 ഭേദഗതി പ്രകാരം വന്ന നിയമമാണ് ഇത്, നാരി ശക്തൻ വന്ദൻ അധിനിയം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതായത് സ്ത്രീകൾക്ക് നിയമസഭയിലും, അതായത് സംസ്ഥാന നിയമസഭകളിലും പാർലമെന്റിലും 33% സംവരണം കൊണ്ടുവരുന്ന നിയമമാണ് ഈ 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം കൊണ്ടുവന്നത്. ഇനി ആറാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത്? ഏതാ? IXPE ആണ് കേട്ടോ. IXPE.
നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഇത് IXP കേട്ടോ. ഇമേജിംഗ് എക്സ്റേ പൊളാരിമെട്രി എക്സ്പ്ലോറർ ആണ് കേട്ടോ. ഇമേജിംഗ് എക്സ്റേ പൊളാരിമെട്രി എക്സ്പ്ലോറർ. ഇത് ആരാ വിക്ഷേപിച്ചത്? നാസയാണ് വിക്ഷേപിച്ചത്. ഇനി 7ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ് അല്ലേ. അങ്ങനെ വിശേഷിപ്പിച്ചതാരാ? അംബേദ്കർ ആണ് വിശേഷിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 32 ആത്മവും ഹൃദയവും എന്നല്ലേ. ഇനി 8ാമത്തെ ചോദ്യം, കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? കേരളത്തിലൂടെ പോകുന്ന ദേശീയ ജലപാത NW3 ആണല്ലേ. NW3 ആണ് ഇത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. 9ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ: 1 ക്ഷയം, 2 ടൈഫോയിഡ്, 3 ചിക്കൻ പോക്സ്, 4 എലിപ്പനി. ഇത് ഏതൊക്കെയാണ് വായുവിലൂടെ പകരുന്നത്? വായുവിലൂടെ പകരുന്നത്? 1 ക്ഷയമുണ്ട് അല്ലെ, ക്ഷയമുണ്ട്. അതേപോലെ ചിക്കൻ പോക്സ് എങ്ങനെയാണ് പകരുന്നത്? വായുവിലൂടെയാണ് പകരുന്നത് അല്ലെ. അപ്പോൾ 1ഉം 3ഉം അല്ലെ. ഒരു ഓപ്ഷൻ A ആണ് 1ഉം 3ഉം. 10ാമത്തെ ചോദ്യം, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രമായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാ പറഞ്ഞത്? ജീൻ ജാക്കസ് റൂസോ അല്ലെ. ജീൻ ജാക്കസ് റൂസോ ആണ് എന്ത് പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രമായിട്ടാണ് ജനിക്കുന്നത്, പക്ഷെ എല്ലായിടത്തും എന്താണ്? ചങ്ങലയിലാണ്. 11ാമത്തെ ചോദ്യം, താഴെ പറഞ്ഞതിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? താഴെ പറയുന്നതിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത്? ഏതൊക്കെയാ നമ്മുടെ UN-ന്റെ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുന്നത്? ഫ്രസ്കോ എന്ന് ഓർത്തു, ഫ്രസ്ക. ഇത് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാം? ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ മനസ്സിലാക്കാൻ കഴിയും. 6 ഭാഷകളാണ് ഔദ്യോഗിക ഭാഷകൾ. 1 F എന്താ? F ഫ്രഞ്ച് ആണ്. 6 റഷ്യൻ, E ഇംഗ്ലീഷ്, S സ്പാനിഷ്, C ചൈനീസ്, A അറബിക്ക്. അങ്ങനെ 6 ഭാഷകളാണ് എന്തിനുള്ളത്? ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് പ്രഖ്യാപിച്ചത്. ഫ്രസ്ക എന്ന് ഓർത്തു നോക്കുക. F ഫ്രഞ്ച് ആണ്, 6 റഷ്യൻ ആണ്, E ഇംഗ്ലീഷ്, S സ്പാനിഷ്, C ചൈനീസ്, A അറബിക്ക്. അപ്പോൾ ഇതിലില്ലാത്തത് ഏതാ നമ്മുടെ ഓപ്ഷനിലുള്ളത്? ഓപ്ഷൻ A പോർച്ചുഗീസ് എന്തില്ല? ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി 12ാമത്തെ ചോദ്യം, ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നിൽക്കുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നിൽക്കുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? എവിടെ വരെയാണ് നീട്ടിയത്? കോഴിക്കോട് വരെയാട്ടോ. ഓപ്ഷൻ C കോഴിക്കോട് വരെയാണ്. അതായത് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് ഇത് NW3യുടെ NW-യുടെ നീളം എന്ന് പറയുന്നത് കേട്ടോ. എവിടെയാ? കൊല്ലം മുതൽ കോഴിക്കോട് വരെ. ഇനി 13ാമത്തെ ചോദ്യം, 2021 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? 2021 പുതുവർഷത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? എവിടെയാ? ജപ്പാനിലാണ് അല്ലെ. ഓപ്ഷൻ A ആണ് ജപ്പാന്. ഇനി 14ാമത്തെ ചോദ്യം, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അതായത് നിലവിൽ വന്ന വർഷം, ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി വന്ന വർഷം 1999 അപ്പോൾ ഏതായിരിക്കും പഞ്ചവത്സര പദ്ധതി? 9ാം പഞ്ചവത്സര പദ്ധതി അല്ലെ. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി വരുന്നത്. 15ാമത്തെ ചോദ്യം, വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGP-യുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? 1 പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്തെത്തിക്കുക. 2 കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. 3 സൗജന്യ സേവനങ്ങൾ. ഇതിൽ NEGP-യുടെ ലക്ഷ്യങ്ങളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം.
എന്തായി NEGP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദേശീയ, അതായത് നാഷണൽ ഗവേണൻസ് പ്ലാൻ എന്നാട്ടോ. നാഷണൽ ഗവേണൻസ് പ്ലാൻ, NEGP എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ഗവേണൻസ് പ്ലാൻ. അതായത് ഇന്ത്യയിലെ എല്ലാ സർക്കാർ സേവനങ്ങളും എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ലഭ്യമാക്കാനുള്ള ഒരു ഇന്ത്യൻ സർക്കാരിൻ്റെ സംരംഭമാണ് ഇത് NEGP എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഏതായിരിക്കും ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയായിരിക്കും ഉണ്ടാകുന്നത്? ഒന്ന്, പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്തെത്തിക്കുക. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന് സർട്ടിഫിക്കറ്റിനൊക്കെ അപേക്ഷിക്കണം ഇല്ലേ? അപ്പോൾ അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. 2, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. അതും എന്താണ്? ശരിയാണ്. 3, സൗജന്യ സേവനങ്ങൾ. അങ്ങനെയുണ്ടോ? നമ്മൾ അക്ഷയ പോയിട്ട് എന്തെങ്കിലും അപേക്ഷിക്കുകയാണെങ്കിൽ അതിന് ചെറിയൊരു ഫീസ് നമുക്ക് ഈടാക്കണം അല്ലേ? 10 20 നമുക്ക് ഈടാക്കുന്നുണ്ട്. അപ്പോൾ അതെന്തല്ല? സൗജന്യമായിട്ടുള്ള സേവനമൊന്നല്ല, ബാക്കിയൊക്കെ എന്താണ്? ചെറിയൊരു ഫീസ് നമുക്ക് വാങ്ങുന്നുണ്ട്. അപ്പോൾ പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്തെത്തിക്കുക. 2, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. ഇത് രണ്ടുമാണ് എന്ത്? NEGPയുടെ ഇതിൽ തന്നിരിക്കുന്ന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത്. അപ്പോൾ ഏതൊക്കെ ശരി? 1ഉം 2ഉം എന്തുള്ളൂ? ശരിയായ ജോഡികളുള്ളൂ. ഇനി 16ാമത്തെ ചോദ്യം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ശരി? 1, സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം. 2, സംയോജനത്തിന്റെ പ്രവർത്തനം. 3, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം. ഇതിൽ ഏതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത്? ഏതൊക്കെയാ ശരിയായത്? 1, സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം ശരിയാണ്. 2, സംയോജനത്തിന്റെ പ്രവർത്തനം ശരിയാണ്. 3, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം. 3 പ്രസ്താവനകൾ എന്താ? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി 17ാമത്തെ ചോദ്യം, COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും അതുപോലെ പ്രോത്സാഹനം നൽകുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് എന്തായിരുന്നു? COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് എന്താ? ആത്മനിർഭർ ഭാരത് റോജ്ഗാർ യോജനയാട്ടോ. ആത്മനിർഭർ ഭാരത് റോജ്ഗാർ യോജനയാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ആത്മനിർഭർ ഭാരത് റോജ്ഗാർ യോജന? COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടും പ്രോത്സാഹനം നൽകാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരായിരുന്നു എന്ത്? ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. ഇനി 18ാമത്തെ ചോദ്യം, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1, ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 2, നിയമസഭയിലെ ആകെ അംഗങ്ങൾ, അതായത് ഭരണഘടനാ നിയമസഭയിലെ അംഗങ്ങൾ 389 ആയിരുന്നു. 3, മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. ഇതിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? ഒന്നാമത്തത്, ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ശരിയാണോ? തെറ്റാണല്ലേ. ആരാ? 1934 ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന് പറയുന്നത് ആരാ? അല്ലെങ്കിൽ ഒരു ഭരണഘടനാ നിർമ്മാണം വേണം എന്നൊക്കെ പറയുന്നത് ആരാ? MN റോയി ആണ്. 1934 MN റോയി ആണ് ഭരണഘടനാ നിർമ്മാണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അത് പ്രകാരമാണ് എന്ത് വരുന്നത്? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതി ഒരു ഭരണഘടനാ അസംബ്ലി രൂപീകരിതമാകുന്നല്ലേ. ഇനി 2ാമത്തെ പ്രസ്താവന, നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നോ? ശരിയാണല്ലേ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എത്രയായിരുന്നു? 389 ആയിരുന്നു അല്ലേ. രൂപീകൃതമാകുന്ന സമയത്താണ് നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389 ആകുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ, അതായത് ഈ 389 ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 296 പേരാട്ടോ. 296 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെന്ന് പറയുന്നത്. ഇനി 3ാമത്തെ പ്രസ്താവന, മഹാത്മാഗാന്ധി ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗമായിരുന്നോ? തെറ്റാണല്ലേ. മഹാത്മാഗാന്ധി എന്തായിരുന്നില്ല? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു. അപ്പോൾ ഇതിൽ ഏത് മാത്രമേ ശരിയുള്ളൂ? ഓപ്ഷൻ 2 മാത്രമേ ശരിയുള്ളൂ അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 2 മാത്രം ശരി എന്നുള്ളത്. 19ാമത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം ഏതൊക്കെയാണ്?
പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? ഒന്ന് 48A ഉണ്ട് അല്ലെ, 48A ഉണ്ട്. അതേപോലെ 51A എന്ത് പറയുന്നുണ്ട്? നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി 20ാമത്തെ ചോദ്യം, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ്? ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാ? അഗ്നിസാക്ഷിയാണ് അല്ലെ. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷിയാണ് ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത്. 21ാമത്തെ ചോദ്യം, ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളി ആരാ? ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളി ആരാ? റസൂൽ പൂക്കുട്ടിയാണ് അല്ലെ. റസൂൽ പൂക്കുട്ടിയാണ് ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളി ആരാ? റസൂൽ പൂക്കുട്ടി. 22, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് ആണ് നേടിയത്? ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് ആണ് നേടിയത്? എത്രയാ? 18,426 റൺസ് ആട്ടോ നേടിയത്. 18,426 റൺസാണ് ഏകദിനത്തിൽ സച്ചിന്റെ റൺസ് എന്ന് പറയുന്നത്. 23ാമത്തെ ചോദ്യം, കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാ? കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാ? SL പുരം സദാനന്ദൻ ആട്ടോ. SL പുരം സദാനന്ദൻ. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാ? SL പുരം സദാനന്ദനാണ്. 24, G ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയതാരാ? G ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയതാരാ? ആരാ? S ഗുപ്തൻ നായർ കേട്ടോ. ഓപ്ഷൻ എ S ഗുപ്തൻ നായർ. 25ാമത്തെ ചോദ്യം, കുമാരനാശാൻ അന്തരിച്ച വർഷം ഏതാണ്? കുമാരനാശാൻ അന്തരിച്ച വർഷം ഏത് വർഷ? 1924 അല്ലെ. 1924 ആര് അന്തരിക്കുന്നത്? കുമാരനാശാൻ അന്തരിക്കുന്നത്. അപ്പോൾ 2024 100 വർഷമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വർഷം ചോദിച്ചത്. 26ാമത്തെ ചോദ്യം, കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാ? G അരവിന്ദൻ ആട്ടോ. G അരവിന്ദൻ. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാ? G അരവിന്ദനാണ്. 27ാമത്തെ ചോദ്യം, 2022 ഫിഫ ലോകകപ്പിൽ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? 2022 ഫിഫ ലോകകപ്പിൽ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരാണ്? ആരായിരുന്നു? ലയണൽ സ്കെലോണി ആട്ടോ. ലയണൽ സ്കെലോണി ആണ്. 28ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാ? മലപ്പുറത്ത് അല്ലെ. തിരൂര് മലപ്പുറം ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. 29ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അതായത് CPU വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായിട്ട് പതിവായിട്ട് ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായിട്ട് സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം ഏതാണ്? കമ്പ്യൂട്ടറിന്റെ CPU വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പതിവായിട്ട് ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായിട്ട് സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം ഏതാണ്? ഏതാ? ക്യാഷെ മെമ്മറി ആണ്. ഓപ്ഷൻ എ ക്യാഷെ മെമ്മറി. 30, ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപഭോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതിക വിദ്യ ഏതാണ്? ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ചെയ്തിട്ട് ഇരകളിൽ നിന്ന് എന്ത് ചെയ്യുക? കാർഡ് നമ്പറുകൾ, ഉപഭോക്തൃനാമങ്ങൾ, പാസ്വേഡ് ഇതൊക്കെ എന്ത് ചെയ്യുക? എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ഇതിന് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിഷിംഗ് സാങ്കേതിക വിദ്യയെ പറയുന്ന പേരെന്താണ്? അതാണ് വെബ് ജാക്കിങ് കേട്ടോ. എന്താ? വെബ് ജാക്കിങ്. 31, സ്വതന്ത്രമായിട്ട് ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. സ്വതന്ത്രമായിട്ട് ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. എന്താ? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. 32ാമത്തെ ചോദ്യം, ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിൻ ഏതാണ്? ലാറി പേജും സെർജി ബ്രെയിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിൻ ഏതാ? ഗൂഗിൾ ആണ് കേട്ടോ. ഗൂഗിൾ. ഓപ്ഷൻ ബി ഗൂഗിൾ. അപ്പോൾ ഗൂഗിൾ സ്ഥാപിച്ചതായിരിക്കുക ലാറി പേജും സെർജി ബ്രെയിനുമാണ്. 33ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി?
താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ഏതാ? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ്. ഓപ്ഷൻ ഡി ആണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിതയാരാണ്? 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിതയാരാണ്? ആരാ? മാഡം ബിക്കാജി കാമയാണ്. ഓപ്ഷൻ എ മാഡം ബിക്കാജി കാമ. 35 വടക്ക് കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിലെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരില? തുലാവർഷം അല്ലെ? തുലാവർഷമാണ്. ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് ഏതാ? അത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അല്ലെ? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലവർഷം എന്നറിയപ്പെടുന്നുണ്ട്, ഇടവപ്പാതി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. വടക്ക് കിഴക്ക് മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ്. ഇനി 36 ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാ? ഭൂമികയാണ്. ഓപ്ഷൻ എ ഭൂമിക. 37 താഴെ കൊടുത്തതിൽ നെല്ലിന്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏതാണ്? നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാന്ന് കണ്ടെത്താം. 1 പവിത്ര, 2 അനാമിക, 3 ഹ്രസ്വ, 4 അർക്ക. ഇതിൽ നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? ഏതൊക്കെയായിരിക്കും? പവിത്ര നെല്ലാണ്, അനാമിക അതുപോലെ ഹ്രസ്വ നെല്ലാണ്, അർക്ക അല്ലെ? അപ്പൊ ഏതൊക്കെയാ? അനാമികയും അർക്കയുമാണ് എന്ത്? നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് കേട്ടോ. അനാമികയും അർക്കയും. അപ്പം 2ഉം 4ഉം എന്നുള്ള ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ഏത്? ഇതിൽ നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത്. നെല്ലിന്റെ സങ്കര ഇനങ്ങളാണ് ഏതൊക്കെ? പവിത്രയും ഹ്രസ്വയും ഒക്കെ കേട്ടോ. ഇനി 38 കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കാസർഗോഡാണ്. ഓപ്ഷൻ എ കാസർഗോഡ്. 39ാമത്തെ ചോദ്യം എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാരാണ്? എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാരാണ്? ആരാ? ആനന്ദ് മോഹൻ ചക്രവർത്തി ആട്ടോ. ആനന്ദ് മോഹൻ ചക്രവർത്തി. 40ാമത്തെ ചോദ്യം ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയകൾക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഐസ് ചൂടാക്കിയിട്ട് ജലമായി മാറുന്ന പ്രക്രിയക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. 1 കണികകളുടെ ഊർജം കൂടുന്നു. 2 കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. 3 കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. 4 കണികകളുടെ ചലനം കുറയുന്നു. ഇതിൽ ഐസ് ചൂടാക്കുന്ന സമയത്ത് അത് ജലമായിട്ട് മാറും. അപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുയോജ്യമായത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെയായിരിക്കും ശരിയായത്? 1 കണികകളുടെ ഊർജം കൂടുന്നു. കണികകളുടെ ഊർജം കൂടും, ശരിയാണ്. 2 കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. കണികകൾ തമ്മിലുള്ള അകലവും കൂടുന്നുണ്ട്, ശരിയാണ്. 3 കണികകൾ തമ്മിലുള്ള ആകർഷണവും കുറയുന്നുണ്ട്. ഐസ് ആയിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും? അടുത്തടുത്തായിരിക്കും കണികകൾ ഉണ്ടാകുന്നത് അല്ലേ? അത് ഉരുകുമ്പോൾ എന്ത് ചെയ്യും? അത് അകന്നു പോകും. അപ്പോൾ അതും ആകർഷണവും കുറയുന്നു എന്നുള്ളത് ശരിയാണ്. 4 കണികകളുടെ ചലനം കുറയുന്നു. അതെന്താ? തെറ്റാണല്ലേ? ചലനം എന്ത് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ശരിയായത് ഏതൊക്കെയാണുള്ളത്? 1, 2, 3 ആണ് ശരിയായത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 41ാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT-60SA ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ആയിട്ടുള്ള JT-60SA ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാ? ജപ്പാനിലാട്ടോ. ഇതെവിടെയാ? ജപ്പാനാണ്. 42ാമത്തെ ചോദ്യം രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താ? രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താ? സ്ഫിഗ്മോ മാനോമീറ്റർ ആണല്ലോ. ഓപ്ഷൻ സി ആണ് സ്ഫിഗ്മോ മാനോമീറ്റർ. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സ്ഫിഗ്മോ മാനോമീറ്റർ. 43 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്താ? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താ? വിഫ്സ് ആണ് അല്ലെ? ഓപ്ഷൻ ബി വിഫ്സ് ആണ്.
44 കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താ? ബാലമിത്രയാട്ടോ. ഓപ്ഷൻ ഡി ബാലമിത്ര. 45ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരാത്തത് കേട്ടോ? പകരാത്തത് എങ്ങനെയാണ്? ഓപ്ഷൻ എ കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ, ഓപ്ഷൻ ബി ലൈംഗിക ബന്ധത്തിലൂടെ, ഓപ്ഷൻ സി സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ, ഓപ്ഷൻ ഡി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്. എങ്ങനെയാ പകരാത്തത് എയ്ഡ്സ്? കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എന്തില്ല? എയ്ഡ്സ് രോഗം പകരുന്നില്ല. അപ്പോൾ പകരുന്ന രീതികൾ ലൈംഗിക ബന്ധത്തിലൂടെ, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്. 46 സിയാച്ചിനിൽ ആദ്യമായിട്ട് നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? സിയാച്ചിനിൽ ആദ്യമായിട്ട് നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാ? ക്യാപ്റ്റൻ ഗീതിക കൗളാണ്. ക്യാപ്റ്റൻ ഗീതിക കൗള്. 47 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാ? കൊൽക്കത്തയാട്ടോ. കൊൽക്കത്തയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരമാണ് ഇത്, കൊൽക്കത്ത. ഇതിൽ ആദ്യത്തെ 10 ഉൾപ്പെട്ട, അതായത് ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ ഒരു 10 നഗരം എടുത്താൽ, ഇന്ത്യയിൽ 10 നഗരം എടുത്താൽ അതിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരമാണ് കോഴിക്കോട് എന്ന കാര്യവും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഇനി 48ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന് കീഴിൽ ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാ? തൊടുപുഴയിലെ തുടങ്ങനാട് കേട്ടോ. തുടങ്ങനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയാ? തുടങ്ങനാട്. 49ാമത്തെ ചോദ്യം, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28% കേട്ടോ. 28% ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്രയാ? 28%. 50 രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാ? പ്രമേഹമാണ് അല്ലേ? ഓപ്ഷൻ ഡി പ്രമേഹമാണ്. അപ്പോൾ രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാവുന്നു? പക്ഷാഘാതം, 2 അതിരോക്ലീറോസിസ്, 3 ഹൃദയാഘാതം. 51ാമത്തെ ചോദ്യം, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഏതിനെയാ? ലിംഫോസൈറ്റിനെയാണ് കേട്ടോ. ലിംഫോസൈറ്റിനെ. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റിനെയാണ്. 52ാമത്തെ ചോദ്യം, ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഏതാ? ഡയബറ്റിസ് മെലിറ്റസ് ആണ് കേട്ടോ. ഡയബറ്റിസ് മെലിറ്റസ് ആണ്. 53 രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാ? കാൽസ്യമാണ്. ഓപ്ഷൻ ബി കാൽസ്യമാണ്. 54 കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ? ഛത്തീസ്ഗഡിലാണ്. ഓപ്ഷൻ ബി ഛത്തീസ്ഗഡ്. 55 ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ജയന്റ് വീലിന്റെ ചലനം, ഓപ്ഷൻ ബി മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം, ഓപ്ഷൻ സി ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഓപ്ഷൻ ഡി ഊഞ്ഞാലിന്റെ ചലനം. ഇതിൽ ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാ? ജയന്റ് വീലിന്റെ ചലനമാണ്. ഏതാ? ജയന്റ് വീലിന്റെ ചലനമാണ്. ജയന്റ് വീലിന്റെ ചലനം. 56ാം ചോദ്യം, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് ആട്ടോ. ഓപ്ഷൻ സി കോൺവെക്സ് ലെൻസ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് ആണ്. 57 മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക. മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എങ്ങനെയാണ്?
എന്തായിരിക്കും? വൈദ്യുതോർജം യാന്ത്രികോർജവും ശബ്ദോർജവുമായിട്ട് മാറുന്നു. വൈദ്യുതോർജം യാന്ത്രികോർജവും ശബ്ദോർജവുമായിട്ട് മാറുന്നുണ്ട്. 58 ചോദ്യം, വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? എവിടെയാ? മലപ്പുറം ജില്ലയാണ്. ഓപ്ഷൻ സി, മലപ്പുറം ജില്ല. 59 അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തതാ രോഗത്തിന്റെ ലക്ഷണമാണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തതാ രോഗത്തിന്റെ ലക്ഷണമാണ്? ഏതാ? കണയാണ് അല്ലെ? റിക്കറ്റ്സ് കണ എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ്. അതിൻ്റെ ലക്ഷണമാണ് ഏത്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത്. 60 ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്താം. 1 ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരക്കാൻ സഹായിക്കുന്നു. 2 കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്നു. 3 ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. 4 അഗ്രചർവണം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ എന്ന് കണ്ടെത്താം. ഏതൊക്കെയാണ് ശരിയായ ജോഡി? ഒന്നാമത്തത് ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരക്കാൻ സഹായിക്കുന്നു. ശരിയാണോ? ഉളിപ്പല്ല് എന്തിനാ? ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ച് മുറിക്കാനാണ് സഹായിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ്. 2 കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. കോമ്പല്ല് ആഹാര വസ്തുക്കളെ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ശരിയാണ്. 3 ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ച് മുറിക്കാൻ സഹായിക്കുന്നു. തെറ്റാണ്. കടിച്ചു മുറിക്കാൻ നമ്മൾ പറഞ്ഞു ഉളിപ്പല്ലാണ്, അപ്പോൾ തെറ്റാണ്. 4 അഗ്രചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. അഗ്രചർവണവും ചർവണകവും എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ ആഹാര വസ്തുക്കൾ ചവച്ചരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഏതൊക്കെ? ചർവണവും അഗ്രചർവണവും. അപ്പം രണ്ടും ആ പ്രസ്താവന എന്താ? തെറ്റായ പ്രസ്താവന. അപ്പം ഏത് മാത്രമേ ശരിയുള്ളൂ? ഇല്ലാതെ രണ്ടാമത്തെ പ്രസ്താവന മാത്രമേ ശരിയായതുള്ളൂ അല്ലേ? അപ്പോൾ ഓർത്ത് നോക്കുക, ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഏത്? ഉളിപ്പല്ല്. ഉളിപ്പല്ല് എന്തിനാ? മുറിക്കാൻ, കടിച്ചു മുറിക്കാൻ ഉളിപ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണെങ്കിൽ ഏതാ? കീറാൻ കോമ്പല്ല്. കീറാൻ ഏതാ? കോമ്പല്ല്. സസ്യഭോജികൾക്ക് ഇല്ലാത്ത പല്ല് കോമ്പല്ല്. സസ്യഭോജികൾക്ക് ഇല്ലാത്ത പല്ലാണ് ഏത്? കോമ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്നത് കോമ്പല്ല്. ആഹാര വസ്തുക്കൾ ചവച്ചരക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഏതൊക്കെ? അഗ്രചർവണവും ചർവണവും. ആഹാര വസ്തുക്കൾ ചവച്ചരക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പല്ലുകളാണ് ഏതൊക്കെ? ചർവണവും അഗ്രചർവണവും. ഇനി 61 ചോദ്യം, രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? എവിടെയാ? ഹൈദരാബാദ് കേട്ടോ. ഓപ്ഷൻ എ, ഹൈദരാബാദ്. 62 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എന്താണ്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാ? കാലം സാക്ഷിയാണ് കേട്ടോ. ഏതാ? കാലം സാക്ഷി. 63 ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഏതിനെ സൂചിപ്പിക്കുന്നത്? മഞ്ഞ വളയം ഏഷ്യ അല്ലെ? നമ്മൾ ഉൾപ്പെടുന്ന ഏഷ്യ വൻകരയെ സൂചിപ്പിക്കുന്നതാണ് ഏത്? മഞ്ഞ വളയം. 64 ചോദ്യം, ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ്? ചന്ദ്രയാൻ 3യിലൂടെ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത്. 1 പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ഓപ്ഷൻ ബി ഓർബിറ്റർ, ഓപ്ഷൻ സി റോവർ, ഓപ്ഷൻ ഡി ലാൻഡർ. ഏതാ വിക്ഷേപിക്കാത്തത്? ലാൻഡർ ആണോ? ഏതാ? ലാൻഡർ അല്ല, ഓർബിറ്റർ കേട്ടോ. ഓർബിറ്റർ ആണ്. ഓപ്ഷൻ ബി ഓർബിറ്റർ. ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവല്ലാത്തതാണ് ഇത്? ഓർബിറ്റർ. അപ്പം വിക്ഷേപിച്ചത് ഏതൊക്കെയാ? പ്രൊപ്പൽഷൻ മൊഡ്യൂളുണ്ട്, റോവറുണ്ട്, ലാൻഡറുണ്ട്. 65 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം ഏതാണ്? കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം ഏത് വർഷം? 1973ലാണ്. 1973ലാണ് കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത്. അന്ന് ക്യാപ്റ്റൻ ആരാന്ന് വെച്ചാൽ മണിയാണ് കേട്ടോ. മണിയാണ് അന്ന് കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തി. 66 ചോദ്യം, ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായിട്ട് തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായിട്ട് തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഏത് വർഷത്തെയാ? 2021 ഓപ്ഷൻ എ 2021.
67 ചോദ്യം, വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14 നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? തന്നിരിക്കുന്നതിൽ വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14 നൂറ്റാണ്ടിലെ സംസ്കൃതത്തിന്റെ പേരെന്താണ്? സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് കേട്ടോ, സംസ്കൃതത്തിന്റെ പേരല്ല, സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് എന്താ? ലീലാതിലകമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ലീലാതിലകം. 68 G20യുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ, എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഓപ്ഷൻ ബി, 1998 G20 രൂപീകൃതമാകുന്നത്. ഓപ്ഷൻ സി, G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. ഓപ്ഷൻ ഡി, G20ക്ക് സ്ഥിരമായിട്ട് ആസ്ഥാനമില്ല. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. തെറ്റെന്താ? തെറ്റ് 1999 ഏത് രൂപീകൃതമാകുന്നത്? G20 രൂപീകൃതമാകുന്നത്. 69 ചോദ്യം, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാ? 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാ? പ്രാഥമികം പാർവതി. പ്രാഥമികം പാർവതി ഓർത്തുവെക്കുക. പ്രാഥമികം പാർവതിയാണ് 17 കേട്ടോ. അപ്പം 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ബായ്. 70 ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാം? ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ് അല്ലെ. രാഷ്ട്രപതിയാണ് വിളിച്ചു ചേർക്കുന്നത്. അതിൽ അധ്യക്ഷത വഹിക്കുന്ന ആരായിരിക്കും? അത് ലോക്സഭാ സ്പീക്കർ ആയിരിക്കും കേട്ടോ. ലോക്സഭാ സ്പീക്കർ ആയിരിക്കും അധ്യക്ഷത വഹിക്കുന്നത്. വിളിച്ചു ചേർക്കുന്ന ആരാ? രാഷ്ട്രപതിയാണ്. 71 മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായിട്ട് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകാൻ വേണ്ടിയിട്ട് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഇത്. സ്വരൺ സിംഗ് കമ്മിറ്റി അല്ലെ. ഓപ്ഷൻ എ, സ്വരൺ സിംഗ് കമ്മിറ്റി. 72 ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് വാനര വസൂരി മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വാനര വസൂരി മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? എവിടെയാ? തൃശ്ശൂരാണ്. ഓപ്ഷൻ എ, തൃശ്ശൂർ ജില്ലയിലാണ്. 73 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചവരിൽ പെടാത്തതാരാണ്? 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചവരിൽ പെടാത്തത് ആരാ? ലൂയി ഇബ്രോസ് ആണ് കേട്ടോ. ലൂയിസ് ഇബ്രോസ്. 74 രാജ്യത്തെ ആദ്യത്തെ UPI ATM സ്ഥാപിച്ചത് എവിടെയാണ്? സ്ഥാപിച്ചത് എവിടെയാണെന്നല്ല, കമ്പനി ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ UPI ATM ആരംഭിച്ചത് ആരാണ്? ആരാ? ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് ആണ് കേട്ടോ. ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ്. 75 ചോദ്യം, ഇസ്രായേലിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഏതാണ്? ഇസ്രായേലിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ് ആണ്. 76 ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകാവുന്ന സന്ദർഭങ്ങളിൽ ശരിയായവ അല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തതാണ് വേണ്ടത്. ശരിയല്ലാത്തത്. ഓപ്ഷൻ എ, വിൽപ്പന മന്ദഗതിയിലാക്കാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. ഓപ്ഷൻ ബി, ജീവന് ഹാനികരമോ സുരക്ഷിതമോ അല്ലാത്ത സാധനങ്ങൾ വിൽക്കുക. ഓപ്ഷൻ സി, നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ള വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക. ഓപ്ഷൻ ഡി, വിലക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ സംഭവിക്കുക. ഇതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകാവുന്ന സന്ദർഭങ്ങളിൽ ശരിയല്ലാത്തത് അല്ലെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റാത്ത സന്ദർഭം ഏതാന്ന് കണ്ടെത്താം. ഏതാ? ഓപ്ഷൻ എ ആട്ടോ. ഇതിന്റെ ആൻസർ വരുന്നത് വിൽപ്പന മന്ദഗതിയിലാക്കാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക എന്ന് പറയുന്നത്. വിൽപ്പന മന്ദഗതിയിലാക്കാൻ കേട്ടോ, അവിടെ ശ്രദ്ധിക്കേണ്ടത് വിൽപ്പന മന്ദഗതിയിലാക്കാൻ വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക എന്നത്. 77 പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ വികസനത്തെപ്പറ്റിയും തൊട്ടുകൂടായ്മയെപ്പറ്റിയും പഠിക്കാൻ വേണ്ടിയിട്ട് 1965 നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഏതാ? പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ വികസനത്തെപ്പറ്റിയും തൊട്ടുകൂടായ്മയെപ്പറ്റിയും പഠിക്കാൻ വേണ്ടിയിട്ട് 1965 നിയോഗിച്ച കമ്മിറ്റിയാണ് ഇളയ പെരുമാൾ കമ്മിറ്റി. ഏതാ? ഇളയ പെരുമാൾ കമ്മിറ്റി. ഇനി 78 ചാറ്റ് ജിപിടിയിലെ GPT എന്ന് പറഞ്ഞാൽ എന്താണ്? ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്താ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ ആണ് കേട്ടോ. ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ എന്താ? ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. 79ാമത്തെ ചോദ്യം, ഒരേ സമയം വൈദ്യുത ചാലകമായിട്ടും വൈദ്യുതരോധിയായിട്ടും അവരോധിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ഏതാ? ഒരേ സമയം വൈദ്യുത ചാലകമായിട്ടും വൈദ്യുതരോധിയായിട്ടും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ഏതാ? ജാൻ ടെല്ലർ മെറ്റൽ ആണ് കേട്ടോ. ജാൻ ടെല്ലർ മെറ്റൽ ആണ്. 80, ധാന്യം, മാംസ്യം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണ ദഹനം നടക്കുന്നത് എവിടെ വെച്ചാണ്? ധാന്യം, മാംസ്യം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണമായിട്ടുള്ള ദഹനം നടക്കുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ചെറുകുടൽ. അപ്പം ഇത്രയാണ് നമ്മൾ മുൻവർഷ പ്രധാനപ്പെട്ട ഒരു 80 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഇതുപോലെ തന്നെ നമുക്ക് ഈ വർഷം കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ.